വയനാട്ടിലേക്കൊന്ന് പോകാം. വയനാട് ജില്ലാ ആസ്ഥാനമായ കൽപ്പറ്റ നഗരത്തിൽ എത്തുന്നവരുടെ ശങ്കയൊന്ന് പരിഹരിക്കാൻ ശീതീകരിച്ച ശൗചാലയം നിർമ്മിച്ചിരിക്കുകയാണ് നഗരസഭ. അന്തർ സംസ്ഥാന ബസ്സുകൾ അടക്കം നിർത്തുന്ന നഗരമധ്യത്തിലെ പ്രധാന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തോടനുബന്ധിച്ചാണ് ഈ മികച്ച സൗകര്യങ്ങളോട് കൂടിയ ടോയ്ലറ്റ് സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ശൗചാലയത്തിൽ 3 ഷിഫ്റ്റിലായി ജോലിക്കാരെയും നിയമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ടോയ്ലറ്റ് ബ്ലോക്ക് തുറന്നുകൊടുത്തത്. കമലാണ് വയനാട്ടിൽ നിന്ന് നമ്മുടെ കൂടെയുള്ളത്. കമല്, പലപ്പോഴും ഈ യാത്രയൊക്കെ ചെയ്ത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് വൃത്തിയുള്ള ഒരു ശൗചാലയം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കൂടുതൽ സൗകര്യമൊന്നുമില്ല എങ്കിൽ പോലും ഒന്ന് വൃത്തി ഉണ്ടായാൽ മതി എന്ന് തോന്നിപ്പോകുന്ന പല തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ. അവിടെയാണ് ഈ നഗരസഭ മാതൃകയാകുന്നത്. എങ്ങനെയാണ് പ്രവർത്തനം? കൃത്യമായിട്ട് മുന്നിലേക്ക് കൊണ്ടുപോവുകയും വേണമല്ലേ ഇത്? പൂജ, വയനാട് ജില്ലാ ആസ്ഥാനമാണ് കൽപ്പറ്റ നഗരത്തിലെത്തുന്നവരുടെ ശങ്ക ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. കാരണം നഗരസഭയ്ക്ക് 2 ബസ് സ്റ്റാൻഡുകളുണ്ട്, പുതിയ ബസ് സ്റ്റാൻഡും പഴയ ബസ് സ്റ്റാൻഡും. രണ്ടിടത്തും ശൗചാലയമുണ്ട്. പക്ഷേ രാത്രി ആയാൽ ഈ ബസ് സ്റ്റാൻഡുകളിലൊന്നും ബസ്സുകൾ കയറില്ല. നഗരമധ്യത്തിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് ബംഗളൂരു മൈസൂരു യാത്രക്കാർക്കടക്കം ആശ്രയം. ബസ് റിസർവ് ചെയ്താൽ ചിലപ്പോൾ കോഴിക്കോട് നിന്ന് വരുന്ന ബസ്സിനൊക്കെ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരും, ചുരമൊക്കെ ബ്ലോക്കായാൽ. അപ്പോൾ ഒരു ശൗചാലയം ഇല്ലാത്തത് വലിയ പ്രശ്നമായിരുന്നു. പുരുഷന്മാരൊക്കെ സമീപത്തെ ഇടവഴികളിലൊക്കെ മൂത്രമൊഴിക്കും. അവിടെ ദുർഗന്ധം കാരണം ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. അതിനൊക്കെ പരിഹാരമായാണ് നഗരസഭ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തോട് ചേർന്ന്, ദേശീയപാതയോട് ചേർന്ന ഒരു ശൗചാലയം നിർമ്മിച്ചിരിക്കുന്നത്. അതൊരു സാധാരണ ശൗചാലയമല്ല, ആധുനിക രീതിയിൽ എയർ കണ്ടീഷനൊക്കെ ചെയ്ത ശീതീകരിച്ച ഒരു ശൗചാലയമാണ്. സ്ത്രീകൾക്ക് ഈ ബസ് വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് നേരിട്ട് സ്ത്രീകളുടെ ശൗചാലയത്തിൽ കയറാം, പുരുഷന്മാർക്ക് അപ്പുറത്തുകൂടി വരണം. ഇടനാഴിയിൽ, ഈ ശൗചാലയത്തിൻ്റെ ഇടനാഴിയിൽ CCTV ക്യാമറയൊക്കെ വെച്ച് എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉള്ള ഒരു ശൗചാലയം. മാത്രമല്ല 24 മണിക്കൂറും 3 ഷിഫ്റ്റിലായി ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനം അതിൻ്റെ ടാങ്കാണ്. ഈ റോഡരികിൽ ശൗചാലയം നിർമ്മിക്കുമ്പോൾ എവിടെ ടാങ്ക് നിർമ്മിക്കുമെന്നുള്ളതൊരു ചോദ്യമായിരുന്നു. തൊട്ടടുത്ത് നഗരസഭയുടെ തന്നെ ഒരു കോൺക്രീറ്റ് ഇടവഴിയുണ്ട്. അത് പൊളിച്ച് അതിനടിയിൽ ആധുനിക രീതിയിൽ 5000 ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കാൻ കഴിയുന്ന, അതായത് റീസൈക്കിൾ ചെയ്ത് വെള്ളം പുറത്തേക്ക് വിടുന്ന പുതിയ ടെക്നോളജി ഉപയോഗിച്ചുള്ള ടാങ്കൊക്കെ നിർമ്മിച്ച് അത്രയും സംവിധാനത്തോടു കൂടി 49 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് നഗരസഭ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും ജില്ലാ ആസ്ഥാനത്തെത്തുന്ന യാത്രക്കാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് രാത്രിയും പുലർച്ചെയും ഒക്കെ വലിയ ഉപകാരം കൂടിയാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളിൽ ഭൂരിഭാഗം പേരും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം കൂടിയാണ് വൃത്തിയായിട്ടുള്ള ഒരു ടോയ്ലറ്റ് പലപ്പോഴും പോകുമ്പോഴത്തേക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത്. കെട്ടിടമുണ്ടായിരിക്കും, പക്ഷേ അവിടെ വൃത്തിയും വെടിപ്പും ഒന്നുമില്ല. നമ്മൾ ആകെപ്പാടെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ്. അവിടെയാണ് ഇവിടെ ഇപ്പോൾ കൽപ്പറ്റയിൽ നഗരസഭ ഈ രീതിയിലുള്ള ടോയ്ലറ്റ് സമുച്ചയം പണിതിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ വാർത്ത കാണുമ്പോൾ മനസ്സിൽ കൂടി പോകുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരിക്കും. എല്ലായിടത്തെയും പോലെ ആകരുത്, കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക തന്നെ വേണം. ശരി കമൽ.